ഇ-കോം മാഫിയന്റെ ഫസ്റ്റിലത്തെ ഒരു ഒഫീഷ്യൽ മീറ്റപ്പ് ആണിത്. ഇതിന്റെ മുമ്പൊക്കെ നമ്മൾ തട്ടിക്കൂട്ട് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിരുന്നു. ഒന്ന് ഹൈലൈറ്റ് നിന്നും ബാംഗ്ലൂരിൽ നിന്നും പിന്നെ കൊച്ചി നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് വെച്ചാൽ ഏകദേശം 100 ആൾക്കാരായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഏകദേശം 130 ആൾക്കാരായി. പലരും റെക്കമെൻഡേഷൻ വഴിയും ഒക്കെ വരികയാണ്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഫുൾ സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ് സ്കൂളിലാണ്. നമുക്ക് ഉള്ളോട്ട് കിടക്കാം. ഓക്കെ, കമോൺ ഗൈസ്. ഇതാണ് ആദിൽ. ആദിൽ ബ്രോ ബിഗ് ഫാൻ. അതിൽ വെച്ചാല് പിന്നെ ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് നിങ്ങളെ പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ വരാൻ താല്പര്യമാണ്. നമ്മളെ കമ്മ്യൂണിറ്റിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോ വേറെന്താ പറയാ നിങ്ങൾക്ക്? ഒന്നുമില്ല ഷാറന്നെ. ഓക്കെ, വെച്ചാല് പഗോഡ അഥവാ മഴ വരികയാണെങ്കിൽ എന്താ പറയാ, നമുക്ക് കാര്യങ്ങളൊക്കെ വൃത്തിക്കെടുക്കാൻ നമ്മളെ മെയിൻ പ്രൊഡക്ഷൻ ഹെഡ്, ഓപ്പറേഷൻ ഹെഡ് അൽ നിഹാല് മിസ്റ്റർ ആദിൽ ഇല്ലിക്കണ്ടി ഇങ്ങോട്ട് വാ. നമ്മളെ കമ്പനിയിലുണ്ട്, പക്ഷെ എന്നാലും തീരെ കാണാൻ കിട്ടൂല ചങ്ങൈന. ഒരു പ്രത്യേക ടൈപ്പാണ്. അങ്ങനെ ലാസ്റ്റിങ്ങോ നമ്മളന്ന പരിപാടിക്ക് ഓഫ്സൈറ്റിനുണ്ടോ കവനോയ. ഇതാണ് നമ്മുടെ പരിപാടിന്റെ മൊത്തം ഇവന്റ് ഹെഡ് മിസ്റ്റർ ഡാരിൻ. പറയൂ, ഇങ്ങനെയാണ് പരിപാടി. ആൾക്കാരൊക്കെ എത്തിയോ? എന്താ അവസ്ഥ? സോ ഫാർ സോ ഗുഡ്. ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കോഫി കുടിക്കാനതാ ഇ-കോം കപ്പുണ്ട്. അപ്പോൾ സുഹേൽക്ക ആ നമ്മളെ കമ്പനീൻ്റെ CTO ആണ്. മുപ്പരെങ്ങനെ എപ്പോഴും കിട്ടുമല്ലോ, വല്ലപ്പോഴേ കിട്ടും. ഭയങ്കര കുറച്ച് ഡിമാൻഡുള്ള ആളാണ്. അപ്പോൾ സുഹേൽക്ക, എന്താണ് പരിപാടിയിലെ അവസ്ഥകൾ, കാര്യങ്ങൾ? പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ പ്രതീക്ഷിച്ചതിൽ ഒരുപാട് ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അറൗണ്ട് 130 ആണ് ടോട്ടൽ കൗണ്ട് ഉള്ളത്. അപ്പോൾ ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി 2 ആൾക്കാരെ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. അദ്നാൻ കട്ടേക്കാടൻ. ഹായ്. എന്താ അദ്നാൻ, നിങ്ങളെ മൈ പാസ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു. ഇന്ന് നമ്മളാണ് ഇവിടെ ടിക്കറ്റിംഗ്. അതെ പരിപാടി സെറ്റല്ലേ? സെറ്റ്. നിങ്ങൾ സെറ്റല്ലേ? നിങ്ങൾ തുമ്മിറങ്ങി വന്നു റെഡി. ഇനി ഇതാ പരിപാടി ഇങ്ങനെ തുടങ്ങി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഫൗണ്ടർ പേര് ഷഹീൻ ഫ്രം മലപ്പുറം. നമ്മളെ മൈ പാസിന്റെ എല്ലാമാണ് നമ്മളെ പരിപാടിന്റെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ മൊത്തം കുറച്ച് മറച്ചു വെക്കുന്നുണ്ട്. കിട്ടും. ഒരു മെസ്സേജ് ബ്ലാക്കിന് കിട്ടുന്ന അത് കിട്ടും. സാധാരണ ഈ സിനിമന്റെ പ്രൊഡ്യൂസറെ വിളിച്ചാലും ടിക്കറ്റ് കിട്ടല്ലാന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഹാരിസൺ കോലെന്റെ ഗൂഗിൾ ആഡ്സ് മെന്റർ ആയിരുന്നു. അടുത്തത് ആളെ കെട്ടി ഷാമിൽ. ഇവിടെ കിച്ചനായിട്ട് പോവാണോ? പിന്നെ അതെന്താണ് ഇ-കോം മാഫിയയിലും മൊത്തത്തിൽ നമ്മളെ പരിപാടിനെ കുറിച്ചും എക്സൈറ്റ്മെന്റ് എന്താണ്? എനിക്ക് ആദ്യം തന്നെ അറിയില്ലായിരുന്നു ശരിക്കും എന്താവും എങ്ങനെയാവും എന്നുള്ളത്. പക്ഷെ ഇവിടേക്ക് വന്നപ്പോൾ തന്നെ ഈ ആംബിയൻസ് ചൂസ് ചെയ്ത പ്ലേസ് വളരെ അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത്. ഇവിടെ ഈ ഒരു ഓപ്പൺ സ്പേസ് ഭയങ്കര ഇമ്പോർട്ടൻസ് തന്നിട്ടുണ്ട്. പിന്നെ ഷൗട്ട് ഔട്ട് ടു ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ് സ്കൂൾ. ഇത് അറിയില്ല, ഇവന്റ് തുടങ്ങിയിട്ടുള്ളല്ലോ. പിന്നെ ഷാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലോലിന്റെ കോ ഫൗണ്ടറാണ്. പിന്നെ ബ്ലോലി നമ്മുടെ മീഡിയ പാർട്ണറാണ്. പിന്നെ നമ്മളായിട്ട് എല്ലാ തരത്തിലും നമ്മളും ഒരുമിച്ച് കോഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണാം. പിന്നെ ഇതിന്റെ പരിപാടിന്റെ മെയിൻ ഇനി കിട്ടൂല. അപ്പോൾ ഇതിന്റെ അടുക്ക് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെറിയ വ്ളോഗൊക്കെ ചെയ്ത് ഒന്ന് സെറ്റപ്പ് ആക്കാൻ വിചാരിക്കാം. നടക്കുമോ നോക്കാം. കാട്ടുന്ന കരിമ്പുലിനെ പിടിച്ചവൻ പോലെ ഒരാളെയാണ്. വാ, അതാണ് നമ്മളെ ഫുൽവന്റെ ഫൗണ്ടർ ആൻഡ് CEO ഷബാസ് NC. ഇപ്പോൾ ഷബാസ് പരിപാടിക്കൊക്കെ വരാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ എന്തുകൊണ്ട് വന്നു എന്നാണ്? ഒന്നുമില്ല, ഇ-കോം ഷോ എന്ന് പറയുമ്പോൾ എന്തായാലും പല ടൈപ്പ് ആളുകൾ ഉണ്ടാവും. അവരായിട്ട് കണക്ട് ചെയ്യുക, കുറേ ഇൻസൈറ്റ്സ് കിട്ടും. അങ്ങോട്ടും ഷെയർ ചെയ്യുക, അങ്ങോട്ടും ചെയ്യുക, ഗിവ് ആൻഡ് ടേക്ക് ആണ്. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ ഇ-കോം ഷോ ഉണ്ട്, കണക്ഷൻ ഉണ്ട്. എന്തായാലും ഇവന്റ് ഉണ്ടെങ്കിൽ വരണമല്ലോ.
അതാണ് മെയിൻ റീസൺ. ഷബാസിന്റെ എപ്പിസോഡ് ഉണ്ട് 26, കാണാത്തൊരു പോയി കാണുക. ഓക്കെ, അപ്പൊ ബ്രോ നമ്പർ വരെ അറിയാം. അല്ല ഷഫാൻ റാസ് ഫുഡ്സ്. ഹൈ, ഇത് നമ്മുടെ വിൻ ദ ഫുഡ്. ഓ, നിങ്ങൾക്ക് രണ്ടാളോട് ചോദിക്കാനുള്ളത് ഇവിടെ വരാനുള്ള ഒരു മോട്ടീവ് എന്താന്നുള്ളതാണ്. മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് നെറ്റ്വർക്കിംഗ്. ഓക്കെ, പിന്നെ വെറുതെ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനത്തെ പരിപാടിക്കോ അടിക്കണോ അല്ല വെറുതെ. ശരി, ഓക്കെ. ഓക്കെ, രണ്ടാൾ നമ്മളെ ഗസ്റ്റുകളാണ്, നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഗസ്റ്റുകളാണ്. ഓക്കെ, ഇത് നമ്മുടെ ആപ്പ് മേക്കർ സലീക്കാണ്. അപ്പോൾ പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള എന്തെങ്കിലും ഒരു മോട്ടീവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ചോദിച്ചാൽ എന്തൊക്കെയാണ് പറയാണ്ടാവുക? എല്ലാരും കമ്മ്യൂണിറ്റി ഒരു പരിപാടി നടത്തുന്നത് വരാന്നുള്ളത് അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, നടക്കട്ടെ, ഉള്ളിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതിന്റെ കോഫൗണ്ടർ അഖിലേഷ് നമ്മളെ പോഡ്കാസ്റ്റ് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഓക്കെ, നമ്മളെ ഇവന്റിന് വരാനുള്ള ഒരു മോട്ടീവ് എന്താണ് അങ്ങനെ വെച്ചാൽ? കുറച്ച് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാന്നുള്ള, കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ തന്നെ. കണക്ഷൻസ് ബിൽഡ് ചെയ്യാന്നുള്ള. അപ്പോൾ കണക്ഷൻ ബിൽഡ് ചെയ്തോളൂ. ഓക്കെ കേട്ടോ, ശരി, ഓക്കെ, താങ്ക് യു. ഷാദിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എവിടുന്ന ജന പറയും. എൻ്റെ പേര് ഷാദ്. ഞാൻ സൈലത്തിൽ ഫൗണ്ടേഴ്സ് ഓഫീസ് സ്ട്രാറ്റജി ആൻഡ് എക്സിക്യൂഷൻ ലീഡിൽ വർക്ക് ചെയ്യണു. എനിക്കൊരു കമ്പനി ഉണ്ട്, ബ്ലോലിൻ ഒരു എഡ്യൂക്കേഷൻ ഏജൻസി, ആക്സിലറേറ്റർ ഈ സൈഡൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ. പിന്നെ അതുപോലെ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ ഇവിടെ വരാനുള്ള എൻ്റെ ഒരു മോട്ടീവ് എന്താണ്? നമ്മൾ എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യം എന്നോട് ചോദിക്കാണ്. ഞാനൊക്കെ ഒരു പരിപാടി നടത്താതെ ഞാൻ KPHന്റെ മീറ്റപ്പിൽ സ്ഥിരമായിട്ട് പോകുന്ന ആളാണ്. അതിന്ന് എനിക്ക് ഞാൻ എക്സ്ട്രാക്ട് ചെയ്യുന്ന വാല്യൂ പറയണ അത്രയും ഹ്യൂജാണ്, അടിപൊളിയാണ്. അതേപോലെ തന്നെ എനിക്ക് ഇവിടെ നിന്നും എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അത് ഓൾറെഡി ഹാപ്പനിങ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് മൂപ്പരെ ഫുൾ കളികളും. അപ്പോൾ ഈ ഇവിടെ മീറ്റപ്പിന് വരാനുള്ള നിങ്ങളെ മോട്ടീവ് എന്താന്നുള്ളതാണ് ചോദിച്ചത്. ഫുൾ കളിയല്ല, ആക്ച്വലി വളരെ കുറച്ച് ആൾക്കാരെ ഇത്ര വാല്യൂ കണ്ടന്റ് ഇടലുള്ളൂ. അതിലൊരാളാണ് റമീസ്. മോട്ടീവ് പറഞ്ഞത്, ഞാൻ ട്രെയിനിൽ ഞാനും എൻ്റെ സുഹൃത്തുമായിട്ടുള്ള സാബിൽ ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്ത് ട്രിവാൻഡ്രത്ത് നിന്ന് വരികയായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് റെയിൽവേയിൽ ഇറങ്ങിയപ്പോൾ അവൻ ചോദിച്ചു എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോന്ന് ചോദിച്ചു. അപ്പോൾ അവനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നത് ഞാൻ. അതാണ് ഞാൻ ഈ വെച്ചിട്ട് വരാനുള്ള റീസൺ. നമ്മുടെ കമ്പനിയിൽ മുമ്പുണ്ടായിരുന്ന ഇപ്പം 360 ഡിഗ്രി 360 മാർക്കറ്റിംഗ് സ്കൂൾ. പിന്നെ ആളെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളെ ഒരു ഹാർഡ് കോർ ഫാൻ എന്ന് പറയുന്നത് അതിൻ്റെ വേറൊരു വെൽവിഷറാണ്. അപ്പോൾ ഈ ഒരു ഇവന്റിന് വരാൻ ജന്നക്ക് ഉണ്ടായ ഒരു മോട്ടീവ് എന്നാണ്. കാരണം ഇവിടെ ഞാൻ നോക്കുമ്പോൾ ആകെ 2 ഗേൾസേ ഉള്ളൂ, അതിലൊരാളാണ് ജന്ന. ഓക്കെ, ഞാനിവിടെ ഒരാളുടെ മോട്ടീവ് എന്ന് വെച്ചാൽ എനിക്കിഷ്ടമാണ് നെറ്റ്വർക്കിംഗ്, മൈ കോർ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഐ ഗെറ്റ് എ ലോട്ട് ഓഫ് എൻക്വയറീസ്, കുറേ കാര്യങ്ങളിൽ എൻക്വയറീസ് വരാറുണ്ട്. സോ ഞാൻ കുറേ കാര്യങ്ങൾക്ക് സോർട്ട് ചെയ്യൽ ഇ-കൊമേഴ്സ് ഷോയിലുള്ള കണക്ഷൻസ് വെച്ചിട്ടാണ്. അതൊന്ന് ബിൽഡ് ചെയ്ത കണക്ഷൻസ് വെച്ചിട്ട് കുറേ വർക്ക്സും പ്രൊജക്ട്സും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വൺ ഓഫ് മൈ സൈഡ് ഇൻകം ഇസ് കൈൻഡ് ഓഫ് റെഫറൻസ് ആണ്. ഐ റെഫർ വർക്ക്സ് ടു കമ്പനീസ് എന്നാണ്. അതിൽ കുറേ സാധനങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആൾക്കാരെ പരിചയപ്പെടുക, പുതിയ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുക, അതെന്നെ മെയിൻ ഉദ്ദേശം. അങ്ങനെ അവിടെ നിന്നാണ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് വന്ന സമയത്ത് അതിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെയാണ് ആക്ച്വലി ഇ-കൊമേഴ്സ് എന്താണെന്നുള്ളത് പഠിച്ചു വന്നത്. ഒരു ടോയ്സിന്റെ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്തു, അതിനുള്ള വർക്കുകൾ റൺ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നമ്മള് ഒരു പ്രൈവറ്റ് ആയിട്ട് ഫുൾഫിൽമെന്റ് സെന്റർ മലപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ബേസിക്കലി സ്റ്റോർ ഓണേഴ്സിന് നിങ്ങൾക്ക് ലാപ്ടോപ്പ് മാത്രമേ, ബാക്കി നിങ്ങളുടെ ഇൻവെന്ററി നമ്മൾ ഹാൻഡിൽ ചെയ്യും, പാക്കിംഗ് നമ്മൾ ഹാൻഡിൽ ചെയ്യും. ബാക്കി കാശ്മീരിലെ ഡൽഹി ഇവന്റിനാണ് നമ്മൾ കൊളാബ് ചെയ്യുന്നത്. ഇതുപോലെ ഷാനെ പരിചയപ്പെടുന്ന കൊച്ചിയിലെ ഇവന്റ് വെച്ചിട്ട്, കൊച്ചിയില് നമ്മൾ ഇവന്റ് വെച്ച് ആ ഇവന്റിൽ വെച്ചിട്ട് ഷാനെ പരിചയപ്പെട്ട് അതിലൊക്കെ നല്ല ഇ-കൊമേഴ്സ് വീഡിയോസ്, ഫുള്ള് ബിസിനസ്, ഫുള്ള് അടിപൊളി അങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ട് സോഫ്റ്റ്വെയറിൽ 1 year ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞതിന് 9 മാസം ജോബ് റിസൈൻ ചെയ്തു. അല്ല, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാന്ന് റിസൈൻ ചെയ്തു. അപ്പൊ അങ്ങനെ എന്റെ കോഫൗണ്ടർ അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ റിസൈൻ ചെയ്തു. ഇന്നിപ്പം പ്രൊഡക്റ്റ് കയ്യിൽ ലോഞ്ച് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇന്നുള്ളത്. നേരത്തെ പറഞ്ഞു
ഇതിന് ബില്ല് വരും കേട്ടോ. പാക്കേജിംഗ് പൊളി താമസിച്ച് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ആക്ച്വലി ഒരു വേൾഡ് യുണൈറ്റ് എന്നൊരു കോൺസെപ്റ്റിലാണ്. അതായത് ഇതിലുള്ള പിസ്ത ഇറാനിയൻ പിസ്തയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചോക്ലേറ്റ് ആണ് വാൻ ഹൂട്ടൻ ആ രീതിയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോ വേറെ ഒരു ലൈനിലുള്ള പ്രൊഡക്ട്സിൽ കാഷ്യൂ, ഇന്ത്യൻ കാഷ്യൂ, അങ്ങനെ ഒരു യുണൈറ്റ് യുണൈറ്റ് കോൺസെപ്റ്റിലാണ്. ഇപ്പൊ ഓൾറെഡി നമ്മള് വയനാട്ടിലെ പ്രീമിയം റിസോർട്ടിൽ ഒരു റിസോർട്ട് ഓക്കെ ആയിട്ടുണ്ട്, ഡീല് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പ്രീമിയം സെഗ്മെന്റ് ആണ് പ്ലാൻ ചെയ്യുന്നത്. അതാണ് ഐ ഹാഡ് ബീൻ ഡെയർ ബിഫോർ. ഇവര് ഗ്രൂപ്പ് മോണിറ്റൈസ് ചെയ്യുന്നതിന് മുന്നുള്ള മെമ്പറാണ്. ഞാൻ ഹാക്കിയിൽ പഠിക്കുന്ന സമയത്ത് വണ്ടി ഷാൻ കീന്തറസ് ഒരു ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായി. അന്ന് ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ ഫെലിക്സ് ചെയ്യുന്നുണ്ട്, ഈ കോംഷോ ഞാനും ചെയ്യുന്നുണ്ട്. അവർ സ്റ്റാർട്ടിംഗ് ഫേസിലാന്ന് തോന്നുന്നു, അന്ന് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല. അപ്പം അന്ന് 2-3 എപ്പിസോഡ് കണ്ടിട്ട് ഐ ഡിഡ് റിവ്യൂ ഓൺ ലിങ്ക്ഡിൻ. അങ്ങനെ റാഷിദും നാജി ജസ്റ്റ് റീച്ച് ഔട്ട് ടു മീ. കൺഫ്യൂഷൻസ് വരുമ്പോൾ പോകുന്ന ഒരാളാണ് നാജി. കുറെ കൺഫ്യൂഷൻസ് സോർട്ട് ചെയ്യാനും റാൻഡം ടോക്സിനൊക്കെ ഹി ഗേവ്സ് ക്ലാരിറ്റി. അപ്പൊ അതൊന്നല്ല, ഷാനൊരു പോസ്റ്റ് ഇട്ടുണ്ടായി ഏകദേശം 1 കൊല്ലം മുമ്പ്. ഞാനെപ്പോഴും ചെറിയ മിനിസ്ക്യൂൾ ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുക. എനിക്കിഷ്ടമുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഐ ഗോ ടു ദം, സ്പീക്ക് ടു ദം. അവരെന്താ ചെയ്യണമെന്ന് പോലും ഇറ്റ് ഡസന്റ് മാറ്റർ ടു മീ. ഞാൻ പറയും കെൻ ഐ ഇൻവെസ്റ്റ് ഇൻ യു. ഞാൻ ഷാന്റെ അടുത്ത് പറഞ്ഞു, ഷാൻ വെൻ റേസിംഗ് മണി ജസ്റ്റ് ലെറ്റ് മീ നോ. അതാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പാഷൻ കൊണ്ടും അതുപോലെ ബിസിനസ് അറിയാവുന്ന ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാ. നിങ്ങൾക്ക് YC അറിയാന്ന് വിചാരിക്കുന്നു, കാലിക്കറ്റിന്റെ YCയോ ഇഫ് നോട്ട് ദാറ്റ് ബെറ്റർ ദാൻ ദാറ്റ് ആവട്ടെ ഷാൻ. ഓക്കെ ദെൻ ചിയേഴ്സ്. അല്ല, അത് അങ്ങനെ ഒരു സാധനം മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതായിരിക്കും മേ ബി ദ ബിഗസ്റ്റ് ബിൽ ആൾക്ക് കിട്ടാനുള്ളത്. ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഫുൾ ആൾക്കാരാണ്. ആൾക്കാർ മുന്നൊക്കെ സംസാരിക്കാൻ കുറച്ച് ഇടങ്ങാറുണ്ട്. എന്നാലും അശ്വിൻ, പിന്നെ നമ്മുടെ ഒരു ക്രൂ, നമ്മൾ ഈ ക്രൂ എന്ന് പറഞ്ഞ ചാനൽ ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ ഇന്നലെയാണ് മൂപ്പര് പോഡ്കാസ്റ്റ് റിലീസ് ചെയ്തത്. അപ്പൊ എന്താണ് നിങ്ങൾ മൊത്തത്തിൽ ഇവന്റിനെ കുറിച്ച് പറയാനുള്ളതാണ്? ഇവന്റിനെ കുറിച്ച് എന്ന് വെച്ചാല് നിങ്ങൾ ഓർഗനൈസ് ചെയ്ത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. കാരണം വെച്ചാല് ഇപ്പം ഞാൻ അന്ന് പോഡ്കാസ്റ്റിന് വന്ന സമയത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു ഓർഗനൈസേഷൻ എന്നുള്ളതാണ് വൺ ഓഫ് ദി മെയിൻ. അതായത് ഇപ്പം ഒരാൾ മാക്സിമം കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ഇപ്പം ഒരു വീഡിയോ ആണെങ്കിൽ, പോഡ്കാസ്റ്റിന്റെ കേസിലാണെങ്കിലും അല്ല ഇപ്പം ഇവിടെ ആണെങ്കിലും നമുക്ക് ആ ഒരു ബാരിയർ നമുക്ക് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം മൊത്തത്തില് പരിപാടി അടിപൊളിയായിരുന്നു. പിന്നെ മൂപ്പരെ പോഡ്കാസ്റ്റ് ഇതാ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോ കാണുക, അടിപൊളിയാണ്. അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ വന്നീനോ? കുറെ ആൾക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള കുറെ പോസിറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഓക്കെ, താങ്ക് യു. നമ്മളെ മീറ്റപ്പിലാണ് ഏറ്റവും യങ്ങസ്റ്റ് മെമ്പറാണ്. എന്ത് പേര് പറയും? ജിയ നസ്നീൻ. ഇപ്പൊ എന്ത് പരിപാടിക്ക് മനസ്സിലായി? പരിപാടി വന്നിട്ട് എന്തൊക്കെ മനസ്സിലായേ? ഒരു വാക്ക് മനസ്സിലാക്കിയാണ്. എന്ത് പരിപാടിയാണ് കൊണ്ടുവന്നേ? അല്ലാണ്ട് പ്രസംഗം അത്ര ഇഷ്ടമാണ്. വീട്ടിൽ ആരുമില്ല, അതുകൊണ്ടാവോ? ഭാവിയിൽ ഇത്താത്തനെ പോണ ഓരോ ഇതാവോ? ഒരു ഓണ്ടർപ്രണർ ആവോ? പൈലറ്റ് ആവും ഇൻഷാല്ലാ. ഇത് നമ്മള് റെക്കോർഡ് ചെയ്യണം. ഇവിടെ ഭാവിയിൽ പൈലറ്റ് ആണെന്നാണ് പറയുന്നത് ജിയ നസ്നീൻ. ഇൻഷാല്ലാ. എന്താപ്പോ ഇൻഷാല്ലാ. ഓക്കെ, കാക്കന എനിക്ക് ഞാൻ ഫ്രീ ആയിട്ട് കേട്ടണോ? ഓക്കെ, ഈ ഒരു നാജി നമുക്ക് കുറച്ച് ആൾക്കാരെ വെറുതെ പരിചയപ്പെട്ട് നോക്കാം, എന്താണെന്നുള്ളത് നോക്കാം. ഹൈ, തീർക്കണോ? അപ്പൊ ഒരു മൊത്തത്തിൽ ഇവന്റിനെ കുറിച്ചുള്ള നിങ്ങളൊരു അഭിപ്രായം എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി. ആരാണ്? എന്റെ പേര് ഇഷാം. ഞാനൊരു മലപ്പുറത്ത് തന്നെ ഒരു മാർക്കറ്റിംഗ് ഏജൻസി റൺ ചെയ്യുന്നുണ്ട്. ഇഷ്കാര കമ്മ്യൂണിക്കേഷൻ എന്ന പേര്. ഇഷാം മോലക്കര. അതെ. അപ്പൊ ഇൻസ്റ്റാഗ്രാം ലിങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ ഒരു വർക്ക്ഷോപ്പ് അല്ലേ, ഒരു സെക്കൻഡ് പോലും വെറുതെ വേസ്റ്റ് ആയില്ല. ഒക്കെ ഒരു ഒരു കോഫി കുടിച്ചിട്ട് ഫുൾ ടൈം കോഫി കുടിച്ചിട്ട് കണ്ണ് തുറന്ന് കാണേണ്ട മൊത്തം പ്രോഗ്രാമാണ്. ഒക്കെ അതില് ഈ മേഖലയില് അത്യാവശ്യം നല്ല എക്സ്പൈറ്റ് തെളിഞ്ഞ ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എന്തുകൊണ്ടും അടിപൊളിയായിരുന്നു. താങ്ക് യു. ഇത് നമ്മളെ വേറൊരു കണ്ടന്റ്
അതെ ആൾക്കാരൊന്നും കാണാണ്ട് ചെയ്യുന്ന ഷൂട്ടാണ്.